ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളാണ്. ധനപരമായിട്ടും ഗൃഹ അന്തരീക്ഷവും പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. എന്നിരുന്നാലും രോഗാദി ക്ലേശത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. നേത്ര സംബന്ധമായോ ദന്തസംബന്ധമായോ വരുന്ന പ്രശ്നങ്ങളും ഉദര സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാരെ പൊതുവെ ബാധിക്കാനായിട്ട് യോഗം ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര നിസാരമാകുന്ന അസുഖമാണെങ്കിൽ പോലും വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗാദി ക്ലേശ ശാന്തിക്കും ഗൃഹ അന്തരീക്ഷം സമാധാനപൂർണ്ണമാകുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും നെയ്ദീപം സമർപ്പിക്കുന്നതും ഏറ്റവും ഗുണഫലത്തെ നൽകും. അവിട്ടത്തര ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. മനസ്സമാധാനം ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും ഏറെ നാളായിട്ട് അകന്നു കഴിയുന്ന സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ച് കഴിയുന്നതിനും പുതിയ സുഹൃത്തുക്കളേക്ക് ലഭിക്കുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. പുതിയ സുഹൃത്ത് ബന്ധം വഴി ധനനേട്ടങ്ങൾക്കുള്ള യോഗവും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന വഴി ധനനേട്ടങ്ങൾക്കുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾ കഴിയാവുന്നതും പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് ഇവരെ സംബന്ധിച്ചൊരു ന്യൂനതയായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശുഭസ്യ ശീഘ്രം എന്ന് പറയുന്ന പോലെ അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.